സാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രെയിൻമേറ്റ് നമ്പർ 1 കോച്ചിംഗ് സെന്റർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ജില്ലയിലെ നമ്പർ 1 കോച്ചിംഗ് സെന്ററായ ബ്രെയിൻമേറ്റ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും മികച്ച കരിയർ കണ്ടെത്താനുമായി താനൂർ ദേവദാറിന് അരികിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സെൻട്രലൈസ്ഡ് AC ക്ലാസ് റൂമുകൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ +1+2 സയൻസ് എൻട്രൻസ് ട്യൂഷൻ, +1+2 കൊമേഴ്സ് ട്യൂഷൻ, നീറ്റ്, കീം, CUET കോച്ചിംഗ്, 8, 9, 10 സ്റ്റേറ്റ് ആൻഡ് CBSE ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1+2 സയൻസ്, കൊമേഴ്സ്, ഇന്റഗ്രേറ്റഡ് ബാച്ച്, നീറ്റ്, JEE എൻട്രൻസ് കോച്ചിംഗ് എന്നിവ ഹോസ്റ്റൽ സൗകര്യത്തോടെ ആദ്യമായി താനൂരിൽ തുടക്കം കുറിച്ചു. ബ്രെയിൻമേറ്റ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഷാജു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്പോർട്സ്, ഹജ്ജ്, റെയിൽവേ മിനിസ്റ്റർ V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര മുഖ്യാതിഥിയായിരുന്നു. താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ, വാർഡ് മെമ്പർ ഷബ്ന ആഷിഖ്, റിട്ടയർഡ് പ്രിൻസിപ്പൽ മുജീബ് റഹ്മാൻ MT എന്നിവർ ആശംസകൾ പറഞ്ഞു. ബ്രെയിൻമേറ്റ് ദേവദാർ ഡയറക്ടർ അജയ് കുമാർ നന്ദി പറഞ്ഞു. എൻട്രൻസ് കോച്ചിങ് സെൻ്ററിലായിട്ട് നമ്മളിവിടെ ദേവദാറിൻ്റെ പരിസരത്ത് തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് നീറ്റ്, JEE, CUET കോച്ചിങ്, അതുപോലെ തന്നെ 8ാം ക്ലാസ് മുതലുള്ള സ്കൂൾ ഗോയിങ് ട്യൂഷൻ, +1+2 എൻട്രൻസ് ഓറിയൻറ്റഡ് ട്യൂഷൻ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ തുടങ്ങുകയാണ്. 28 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ എൻട്രൻസ് കോച്ചിങ് രംഗത്ത് സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. സെൻറ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്. നമുക്ക് ദൂര സ്ഥലങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള സെൻറ്ററുകൾ നമ്മുടെ കുട്ടികളെ അയക്കേണ്ട ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം എല്ലാവരും കോട്ടയത്തായിരുന്നു പോയത്, പിന്നീട് കോഴിക്കോട് ധാരാളം തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ പാലക്കാട്. പക്ഷേ സാധാരണക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ ഇത്തരത്തിൽ സൗകര്യമുണ്ടെങ്കിൽ കൂടുതൽ സാധാരണക്കാരെ നമുക്ക് ഇത്തരത്തിലുള്ള സർവീസുകൾ എത്തിക്കാൻ കഴിയും. എന്നാൽ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ദേവദാറുണ്ട്. ദേവദാറിൽ ധാരാളം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് ദേവദാർ. അപ്പോൾ ആ ദേവദാറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇവിടെ നമുക്ക് ട്രെയിനിങ് തരപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം തന്നെ അത്തരം കുട്ടികൾക്ക് ഭാവിയിലേക്കുള്ള എൻട്രൻസ് കോച്ചിങ്ങിനുള്ള സൗകര്യം കൂടി ലഭ്യമാണ്. കാരണം മുമ്പൊക്കെ തന്നെ ഇപ്പോൾ ദേവാലയ കുട്ടിക്ക് കോച്ചിങ് വേണമെങ്കിൽ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ കോഴിക്കോടോ കോട്ടകളൊക്കെ പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇത് ഈവനിങ് കോഴ്സിന് ഇവിടെ ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ മോർണിംഗ് കോഴ്സിൽ ചേരുകയാണെങ്കിൽ രാവിലെ അവർക്ക് ഈ പഠനത്തോടൊപ്പം തന്നെ സ്കൂൾ പഠനം ഉണ്ടാകും. അപ്പോൾ ഒരു +1+2 കഴിയുമ്പോഴൊക്കെ തന്നെ അവർക്ക് ഏതൊരു പരീക്ഷയും നേരിടാൻ കഴിയുന്ന രീതിയിൽ അവരുടെ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കാൻ ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഈ മേഖലയിൽ ഏറ്റവും പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മളെ കൂടെയുള്ളത്. അവരുടെ ആഗ്രഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള സൗകര്യമുണ്ടാണ്. ഇപ്പോൾ ഷാജുവിനെ പോലുള്ള ആളുകൾ എത്രയോ വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളുകളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അത് പറഞ്ഞു. അതാണല്ലോ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഗുരുക്കന്മാരെ കണ്ടാൽ
നമ്മളറിയാതെ അതാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരം, ഒരു സംവിധാനം. അറിയാൻ തന്നെ വാടക കൊടുക്കണം, ശമ്പളം കൊടുക്കണം ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടി അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പൊതു സംവിധാനമായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനമായി മാറ്റാൻ ഈ സ്ഥാപനത്തിൽ മാറാൻ മുന്നിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. അപ്പം ചങ്ങനാശ്ശേരിയിലും പാലായിലും കോട്ടയത്തുമൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ വളരെ നല്ല IIT കുട്ടികളെ എത്തിക്കാൻ പര്യാപ്തമായ കോച്ചിങ് സെൻ്ററുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സ്കൂളിൽ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അത്തരം കോച്ചിങ് പ്രോഗ്രാമുകൾക്ക്, വീക്കെൻഡ് പ്രോഗ്രാമുകൾക്ക്, വെക്കേഷൻ പ്രോഗ്രാമുകൾക്ക് ജോയിൻ ചെയ്യുവാനും പ്ലസ് 2 കഴിഞ്ഞപ്പോൾ തന്നെ IIT എത്താവുന്ന രീതിയിൽ JEE മോശമല്ലാത്തൊരു സ്കോർ സമ്പാദിക്കാനൊക്കെ സാധിച്ചത് തീർച്ചയായിട്ടും അത്തരം ഒരു എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞാലും ഞാൻ സിവിൽ സർവീസിന് പഠിക്കുന്നത് തിരുവനന്തപുരത്ത് പോയാണ്. തിരുവനന്തപുരത്ത് പോയി 1-2 വർഷം താമസിച്ചാണ് സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതും ഒരു 10 വർഷം മുമ്പൊക്കെ നോക്കിയാലല്ലേ നമുക്ക് ഓർമ്മയുള്ളൊരു കാലഘട്ടത്തിൽ തന്നെ ഡൽഹിയിൽ പോയി അവിടെ താമസിച്ച് പഠിച്ചാൽ മാത്രമേ സിവിൽ സർവീസ് കിട്ടുന്നൊരു കാലഘട്ടം. നമ്മുടെ തന്നെ സീനിയർ ഓഫീസേഴ്സ്, ഒരു ചീഫ് സെക്രട്ടറി റാങ്കിലൊക്കെ ഇരിക്കുന്ന ഓഫീസേഴ്സൊക്കെ എങ്ങനെ പഠിച്ചു വന്നവരാണ്. പക്ഷെ നമ്മൾ കണക്കുകൾ നോക്കിയാൽ അറിയാം, തിരുവനന്തപുരത്ത് കേരളത്തിലൊക്കെ കോച്ചിങ് സംവിധാനങ്ങൾ കൂടി വന്നപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന IAS ഉദ്യോഗസ്ഥരുടെയും IPS ഉദ്യോഗസ്ഥരുടെയൊക്കെ എണ്ണവും അതനുസരിച്ച് ആ ഒരു പ്രൊപ്പോർഷണലിറ്റി കൂടി വരുന്നുണ്ട്. സോ അതേപോലെ തീർച്ചയായിട്ടും നല്ല കുട്ടികൾ തീർച്ചയായിട്ടും നമുക്കുണ്ട്. പക്ഷെ അവർക്ക് ഏറ്റവും നല്ല കോച്ചിങ് സൗകര്യങ്ങൾ, അത് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആകട്ടെ, NEET ആകട്ടെ, JEE ആകട്ടെ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളോട് മത്സരിക്കാൻ സാധിക്കുന്ന രീതിയിൽ അവർക്ക് നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ ഏറ്റവും നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ബോർഡ് എക്സാം മാർക്കുകളൊക്കെ വരുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് 10ാം ക്ലാസ്സിൽ ഏറ്റവും അധികം A+ കിട്ടുന്നത്, പ്ലസ് 2 ഏറ്റവും കൂടുതൽ A+ കിട്ടുന്നതൊക്കെ നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്കാണ്. അല്ല, നമ്മുടെ സബ് ഡിവിഷനിലെ പല സ്കൂളുകളും ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന സ്കൂളുകൾ നമ്മുടെ തിരൂർ സബ് ഡിവിഷനിലാണുള്ളത്. സോ ആ രീതിയിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, വളരെ പൊട്ടൻഷ്യലുള്ള കുട്ടികൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് ഏറ്റവും മികച്ച ഡയറക്ഷൻ നൽകുക, ഏറ്റവും മികച്ച കോച്ചിങ് നൽകുക, ഏറ്റവും ഉയരങ്ങളിൽ എത്തിച്ചേരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഗൈഡൻസ് നൽകുക. ഇവിടെ ഈ പ്രദേശത്തെ ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട് തന്നെ, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രകാശഗോപുരമായിട്ട് തന്നെ മാറുവാൻ ഈ അക്കാഡമിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാകുന്നതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ നമുക്ക് മറ്റേ നമ്മുടെ മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് സാറ് ഇപ്പോൾ അടുത്ത ദിവസം സംസാരിച്ച് നമ്മൾ കേട്ടു. നമ്മുടെ കുട്ടികൾക്ക് നല്ല കഴിവുള്ളവരാണ് കേരളത്തിൽ പഠിച്ചവർ. ഇപ്പോൾ ദേവദാർ സ്കൂളിൽ പഠിച്ചവരാണെങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യത്തും പോയി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ബിൽഡിങ് വളരെ പ്രധാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു വിജ്ഞാന കേരളം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് 5 ലക്ഷം പേർക്ക് ഉടനെ തൊഴിൽ കൊടുക്കാനുള്ള ഒരു വലിയ പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം അവനവൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥാപനം അതിൽ നന്നായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ ഇങ്ങോട്ട് വരും എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ ഒരു മികച്ച സ്ഥാപനമായിട്ട് ഇതിന് വളരാൻ കഴിയട്ടെ. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇതിന് എല്ലാ ആശംസകളും നേർന്നു. മീഡിയ ന്യൂസ്, തിരൂർ.